എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഡിസംബർ 14 നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ICTയിലെയും പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനിലെയും ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, given below two statements. Statement 1, Google is a web search engine while Google Chrome is a web browser. Statement 2, Microsoft Edge is a web search engine while Microsoft Bing is a web browser. In the light of the above statement, choose the most appropriate answer from the options given below. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുകയാണ് ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്, ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്ന ഒരു വെബ് സെർച്ച് എഞ്ചിനാണ്, മൈക്രോസോഫ്റ്റ് ബിങ് എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റുമാണ്. അതായത് ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്, ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് വെബ് ബ്രൗസറാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്ററി ക്രോസ് പ്ലാറ്റ്ഫോം വെബ് ബ്രൗസറാണ്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഇനി മൈക്രോസോഫ്റ്റ് ബിങ് എന്ന് പറയണത് അത് മൈക്രോസോഫ്റ്റ് ഓൺ ചെയ്യുന്ന സെർച്ച് എഞ്ചിനാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. അതായത് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് വെബ് ബ്രൗസറും മൈക്രോസോഫ്റ്റ് ബിങ് എന്ന് പറയുന്നത് വെബ് സെർച്ച് എഞ്ചിനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് മെമ്മറി ഹൈറാർക്കി ഡയഗ്രാം. അതായത് ഇവിടെ ഒരു മെമ്മറി ഹൈറാർക്കി ഡയഗ്രാമാണ്. അതായത് നമ്മുടെ ക്യാഷെ മെമ്മറി, സോളിഡ് സ്റ്റേറ്റ് മെമ്മറി, മാഗ്നറ്റിക് മെമ്മറി, പ്രൊസസ്സർ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ മെമ്മറീസ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ നിന്ന് മുകളിലോട്ട് ഇൻക്രീസ് ഇൻ കോസ്റ്റ് പെർ ബിറ്റ് കൂടുന്നതനുസരിച്ച് മുകളിൽ നിന്ന് താഴോട്ട് ഇൻക്രീസ് ഇൻ ആക്സസ് ടൈം കൂടുന്നതനുസരിച്ചാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷെ മെമ്മറി, സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ്, ഒപ്റ്റിക്കൽ ഡിസ്ക് സ്റ്റോറേജ് എന്നിവ തന്നിട്ടുണ്ട്. ഇനി 1, 2, 3, 4 ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഹാർഡ് ഡിസ്ക്, റാൻഡം ആക്സസ് മെമ്മറി, പ്രൊസസ്സർ രജിസ്റ്റർ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് പ്രൊസസ്സർ രജിസ്റ്റർ, അതിനുശേഷം ക്യാഷെ മെമ്മറി വരും, ദെൻ റാൻഡം ആക്സസ് മെമ്മറി റാം വരും, അതിനുശേഷം സോളിഡ് സ്റ്റേറ്റ് മെമ്മറി വരും, പിന്നീട് മാഗ്നറ്റിക് ഹാർഡ് ഡിസ്ക് വരും, അതിനുശേഷം ഒപ്റ്റിക്കൽ ഡിസ്ക് സ്റ്റോറേജ് വരും, അതിനുശേഷം നാലാമതായിട്ട് മാഗ്നറ്റിക് ടേപ്പ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ICT ടേംസ്, ലിസ്റ്റ് 2 ഡെഫിനിഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. ഫയർവാൾ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, കുക്കീസ്, ഹൈപ്പർവൈസർ എന്നിവയാണ് ICT ടേംസ് തന്നിരിക്കുന്നത്. ഡെഫിനിഷനിൽ യൂസ്ഡ് ടു റിമെമ്പർ യൂസേഴ്സ് പ്രിഫറൻസ് ഈച്ച് ടൈം ദേ വിസിറ്റ് വെബ്സൈറ്റ്സ്, ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ദാറ്റ് സിറ്റ്സ് ബിറ്റ്വീൻ എ യൂസേഴ്സ് കമ്പ്യൂട്ടർ ആൻഡ് ആൻ എക്സ്റ്റേണൽ നെറ്റ്വർക്ക് വിച്ച് ഫിൽറ്റേഴ്സ് ഡേറ്റ കമ്മിങ് ടു ആൻഡ് ഫ്രം ദ കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഫേംവെയർ ഓർ ഹാർഡ്വെയർ ദാറ്റ് ക്രിയേറ്റ്സ് ആർ runs a virtual machine, pairs of files stored on user's computer, each pair contains a public key and private key. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഫയർവാൾ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ദാറ്റ് സിറ്റ്സ് ബിറ്റ്വീൻ എ യൂസേഴ്സ് കമ്പ്യൂട്ടർ ആൻഡ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക് വിച്ച് ഫിൽറ്റേഴ്സ് ഡേറ്റ കമ്മിങ് ടു ആൻഡ് ഫ്രം ദ കമ്പ്യൂട്ടർ. നമ്മൾ പറഞ്ഞിരുന്നത് ഫയർവാൾ എന്ന് പറയുന്ന ഒരു വാൾ കണക്കാണ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വരും പോവുകയും ചെയ്യുന്ന ഡേറ്റേനെയൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഫയർവാൾ നിൽക്കുന്നത്. ഇനി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയേഴ്സ് ഓഫ് ഫയൽ സ്റ്റോർഡ് ഇൻ യൂസേഴ്സ് കമ്പ്യൂട്ടർ, ഈച്ച് പെയർ കണ്ടെയ്ൻസ് എ പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ എന്നുള്ളതാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രിഫറൻസ് റിമെമ്പർ ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പ്രിഫറൻസ് കാണിക്കുന്നതാണ് ഈ കുക്കീസ് എന്ന് പറഞ്ഞാൽ. ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ, ഫേംവെയർ ഓർ ഹാർഡ്വെയർ ദാറ്റ് ക്രിയേറ്റ്സ് ആൻഡ് റൺസ് എ വെർച്വൽ മെഷീൻ. ഒരു വെർച്വൽ മെഷീൻസ് റൺ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. Next question, consider the following MS Excel worksheet. The value returned by the function sum if as C2 is to C7, B2 is to B7 greater than 30, C2 is to C7 greater than 22 5000 is. അതായത്
നമുക്കിവിടെ ഒരു MS Excel വർക്ക്ഷീറ്റാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ A എന്ന് പറഞ്ഞ കോളം മന്ത്, B എന്ന് പറഞ്ഞ കോളം നമ്പർ ഓഫ് ക്ലാസ്സസ് തൊട്ട്, C എന്ന് പറഞ്ഞ പേയ്മെൻറ്റ്സ്. ഇന്നിങ്ങനെയാണ് നമ്മുടെ ഈ കോളം പോകുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സം ഇഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, C2:C7, B2:B7 ഗ്രേറ്റർ ദാൻ 30, C2:C7 ഗ്രേറ്റർ ദാൻ 22,500. അതായത് നമ്മുടെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന വെച്ചിട്ട് വേണം നമ്മൾ സമ്മ് ചെയ്യാനായിട്ട്. ആദ്യത്തേന്ന് പറഞ്ഞാൽ B2:B7 ഗ്രേറ്റർ ദാൻ 30. അതായത് നമ്മുടെ ഈ B എന്ന് പറഞ്ഞ കോളം ഉണ്ടല്ലോ, അതിൻ്റെ അത് B2 തൊട്ട് B7 വരെയുള്ള എടുക്കണം. അതായത് ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള കോളം നമ്മൾ എടുക്കണം. അതിൻ്റെ അകത്ത് 30 കൂടുതലായിട്ട് വരുന്നത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം 30 കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഏപ്രിലും മെയ്യും ഒഴിച്ച് ബാക്കി ജനുവരി, ഫെബ്രുവരി, മാർച്ചും ജൂണും. അപ്പം ഈ ഒരു ഇതിൻ്റെ അകത്തെ പേയ്മെൻറ്റ്സ്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ജൂണ് എന്നിവയുടെ പേയ്മെൻറ്റുകളാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് അത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ക്രൈറ്റീരിയ തീർന്നിട്ടില്ല. ഇനി പറഞ്ഞിരിക്കുന്നത് C2:C7 ഈസ് ഗ്രേറ്റർ ദാൻ 22,500. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഏപ്രിൽ, മെയ് ഒഴിച്ചിട്ടുള്ള മന്തുകൾ എടുത്തു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ജൂൺ. ഇതിൻ്റെ അകത്ത് 22,500 മുകളിലുള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി 22,500 മുകളിലുള്ള കോളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മുടെ ജനുവരി പറ്റും, ഫെബ്രുവരി പറ്റില്ല, മാർച്ചും പറ്റും, ഏപ്രിൽ, മെയ് ഓൾറെഡി നമ്മൾ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു, ജൂണും പറ്റത്തില്ല. ഇനി റെസ്റ്റ് വരുന്നത് നമ്മുടെ ജനുവരിയും മാർച്ചും മാത്രമേ ഉള്ളൂ. അപ്പം ജനുവരി, മാർച്ചും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് 30,000, 25,500 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് 55,500 കിട്ടും. നമ്മളോട് ഇവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആഡ് ചെയ്യുന്നതിന് കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതായത് B2 മുതൽ B7 വരെയുള്ള കോളത്തിൽ 13 കൂടുതൽ വരുന്ന പേയ്മെൻറ്റ്സ് വേണം നമ്മൾ C എന്ന് പറഞ്ഞ കോളത്തിൽ നിന്ന് എടുക്കാൻ. ഇനി അതിൻ്റെ അകത്ത് എടുത്തിട്ട് പിന്നെയും ക്രൈറ്റീരിയ ഉണ്ട്. ഈ C2 തൊട്ട് C7 വരെ ഉള്ളതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി 13 കുറവുള്ള നമ്മൾ അവോയ്ഡ് ചെയ്തു. റെസ്റ്റ് ഓഫ് ദതിൻ്റെ അകത്ത് പേയ്മെൻറ്റ്സ് 22,500 കൂടുതൽ വരണം. അപ്പോൾ ഇവിടെ 22,500 കൂടുതൽ വരുന്ന 2 മന്തേ ഉള്ളൂ. ഏതൊക്കെയാണ്? നമ്മുടെ ജനുവരിയും മാർച്ചും. അത് നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് 55,500 എന്ന് കിട്ടും. Next question, given below 2 statements with refer to the different number system. Statement 1 0.68751 0.1011 ആണ്, ബൈനറി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 111.1012 58.625 ആണ്. അപ്പോൾ ഇൻ ദ ലൈറ്റ് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയും സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റുമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ 0.68751 0.1012 ആണ്. അപ്പം 0 രണ്ടിടത്തും സെയിം തന്നെയാണ്, കാരണം 0 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വേറെ നമ്പേഴ്സ് ഒന്നുമല്ല. അപ്പോൾ അത് എന്തായാലും ഈക്വൽ ആയിരിക്കും, നമുക്കത് നോക്കണ്ട. പിന്നെയുള്ള 6875 ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം 0.6875 × 2 ഈസ് ഈക്വൽ ടു 1.375 എന്ന് കിട്ടും. 0.37 × 2 ഈസ് ഈക്വൽ ടു 0.75 എന്ന് കിട്ടും. ഇനി 0.75 × 2 ഈസ് ഈക്വൽ ടു 1.5 എന്ന് കിട്ടും. ഇനി 0.5 × 2 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ സംഖ്യകളാണ് നമ്മൾ നോക്കുന്നത്. അതായത് 1.315ൻ്റെ 1, 0.75ൻ്റെ 0, 1.5ൻ്റെ 1, പിന്നെ 1. അപ്പോൾ ഈ ആദ്യത്തെ സംഖ്യകൾ ഒഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇൻറ്റു 2 ചെയ്ത് പോകുന്നത്. അപ്പോൾ നോക്കിയേ 1,1,0,1 എന്നുള്ള നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് 1,0,1,1 എന്ന് കിട്ടും. അതായത് 6.875 ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു 0 ഒരുപോലെയാണെന്ന്. പിന്നെ നമ്മൾ എഴുതുക 1011, മോളിൽ താഴോട്ട് എഴുതുക 1011 2. അപ്പം നമുക്ക് ആ 2 നമ്പറും ശരിയാണെന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ അത് 0 ആയിരുന്നു. അപ്പോൾ 0 എന്തായാലും അതുപോലെ തന്നെ രണ്ടിടത്തും ആയതുകൊണ്ടാണ് നമ്മളത് വെയിറ്റ് നോക്കാത്തത്. പക്ഷേ ഇവിടെ നമ്മൾ 58 നോക്കണം. അപ്പോൾ 58 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 29 എന്ന് കിട്ടും. അവിടെ റിമൈനിങ് ഒന്നുമില്ല. 29 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 41 വന്നു റിമൈനിങ്. 40 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 7 0 എന്ന് വരും. 7
ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. അവിടെ 1 ഉണ്ട്. 3 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1, അവിടെ 1 വന്നു. 1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0, 1 വന്നു. അപ്പോൾ നമ്മൾ ഇത് എഴുതി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 1 1 1 0 1 0 എന്ന് വരും. അപ്പം നമ്മുടെ ആദ്യത്തെ പാർട്ട്, അതായത് 58ന് ഇവിടെ ഈക്വൽ ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ 1 1 1 0 1 1 എന്നുള്ളതാണ്. അപ്പം അത് എന്തായാലും തെറ്റി നമുക്ക് മനസ്സിലായി. അതായത് ഇവിടെ 1 1 1 0 1 0 ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ അകത്ത് 1 1 1 0 1 1 ആണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ തെറ്റായി. ഇനി 0.625 വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ 0.625 × 2 ഈസ് ഈക്വൽ ടു 1.250 എന്ന് വരും. പിന്നെ 0.250 × 2 ചെയ്ത് കഴിയുമ്പോൾ 0.500 എന്ന് വരും. 0.500 × 2 ഈസ് ഈക്വൽ ടു 1.00 എന്ന് വരും. അപ്പോൾ 101 എന്നാണ് വരത്തുള്ളൂ. പക്ഷെ അത് ശരിയായിട്ട് വരും. പക്ഷെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ തെറ്റാണ്. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ ആൻസറും തെറ്റാണ്. ഇനി നമ്മൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഫോട്ടോവോൾട്ടൈക് സെൽസ് പ്രൊഡ്യൂസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC. സ്റ്റേറ്റ്മെൻറ്റ് 2, ഫോട്ടോവോൾട്ടൈക് സെൽസ് are exposed directly to the sun, therefore as temperature rises, leakage across the cell increases. In the light of the above statement, choose the most appropriate answer from the options given below. അതായത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 തന്നിരിക്കുന്നത് ഫോട്ടോവോൾട്ടൈക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഫോട്ടോവോൾട്ടൈക് സെൽസ് ഡയറക്റ്റ്ലി സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സെൽസിൽ ഇടയിലുള്ള ലീക്കേജ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അത് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റും ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റുമാണ്. അതായത് ഫോട്ടോവോൾട്ടിക് സെൽസ് പ്രൊഡ്യൂസ് ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്നുള്ളത് തെറ്റും. ഫോട്ടോവോൾട്ടിക് സെൽസ് ആർ എക്സ്പോസ്ഡ് ഡയറക്ട്ലി ടു സൺ, ദെയർഫോർ ആസ് ടെമ്പറേച്ചർ റൈസസ് ലീക്കേജ് അക്രോസ് ദ സെൽ ഇൻക്രീസസ് എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ആണ്. ഫോട്ടോവോൾട്ടൈക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സെൽസ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC ആണ്, ഒരിക്കലും AC അല്ല. അതായത് ഡയറക്റ്റ് കറണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ല. അതായത് ഇത് DCനെ അതിനുശേഷം AC-ലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഫോട്ടോവോൾട്ടൈക് സെൽസിൽ നമ്മുടെ സൺലൈറ്റ് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അത് സൺലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ അത് ഡയറക്റ്റ് കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം ഈ ഇൻവേർട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ DC പവറിനെ AC പവറിലോട്ട് മാറ്റുന്നത്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ടാണ് ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടും വന്നത്. അതായത് നമ്മുടെ ഇൻവേർട്ടർ ഡയറക്റ്റ് ആയിട്ടുള്ള കറണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. അത് നമ്മൾ ഇൻവേർട്ടർ ഉപയോഗിച്ച് AC കറണ്ടായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് എലമെൻറ്റ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യൂട്രോഫിക്കേഷൻ പ്രോസസ്സ്. അതായത് യൂട്രോഫിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള പെയർ ഓഫ് എലമെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽസ്യം, മഗ്നീഷ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, നിക്കൽ, കോബാൾട്ട്, അയൺ, കോപ്പർ. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. നൈട്രജൻ, ഫോസ്ഫറസ് ആണ്. അതായത് യൂട്രോഫിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയർ എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ് ആണ്. നൈട്രജനും ഫോസ്ഫറസും ആണ് യൂട്രോഫിക്കേഷൻ പ്രോസസ്സിലോട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ നൈട്രജൻ്റെ ഫോസ്ഫറസിൻ്റെ എക്സസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മുടെ വാട്ടർ ബോഡിയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എക്സസീവ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അത് പർട്ടിക്കുലർലി ആൽഗേഡിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഇംബാലൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ആൽഗൽ ബ്ലൂമാണ് ഈ ഒരു യൂട്രോഫിക്കേഷൻ്റെ പ്രൈമറി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് കൊയാഗുലൻറ്റ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. അതായത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ സ്റ്റാൻഡേർഡ് കൊയാഗുലൻറ്റ്, അതായത് ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോക്ലോറൈഡ്, ക്ലോറിൻ, അലുമിനിയം, അലം. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. അലം ആണ്. അതായത് അലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം സൾഫേറ്റ് ആണ്. വാട്ടറിലെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ മാറ്റി വാട്ടറിനെ ക്ലിയറർ ആക്കുന്ന ആ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഈ അലം എന്ന് പറയുന്നത്. ഇത് ഡ്രിങ്കിങ് വാട്ടറിലും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ കൊയാഗുലൻ എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കുക എന്നുള്ളത്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ വാട്ടറിൻ്റെ മുകളിൽ ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇമ്പ്യൂർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ അടിഞ്ഞ് കട്ട കൂടി കിടക്കുകയാണ് അവിടെ ചെയ്യുന്നത്.
സോ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കൊയാഗുലൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്, അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നമ്മുടെ ഈ ഇമ്പ്യൂരിറ്റീസൊക്കെ മുകളിൽ ഇങ്ങനെ കട്ട കൂടി കിടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ അത് ക്ലിയറാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Next question, given below two statements, one is labeled as assertion A and the other is labeled as reason R. അതായത് നമ്മുടെ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അസേർഷൻ റീസണും ആണ്. PM10 is preferred over total suspended particle TSP for air quality monitoring studies. Reason are particles larger than 10 micron are better indicator of potential health effects of particulate air pollutions. In the light of the above statement, choose the most appropriate answer from the options given below. അസേർഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് PM10 എന്ന് പറയുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ടോട്ടൽ സസ്പെൻഡഡ് TSP യുടെ മുകളിലാണ്. കാരണം അത് എയർ ക്വാളിറ്റി മോണിറ്ററിങ് സ്റ്റഡീസിൽ കുറച്ചും കൂടെ വാല്യൂ കൂടുതൽ ഇതിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, PM10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ ആറിൽ പറഞ്ഞിരിക്കുക പാർട്ടിക്കിൾസ് ലാർജർ ദാൻ 10 മൈക്രോൺ ആർ ബെറ്റർ ഇൻഡിക്കേറ്റർ ഓഫ് പൊട്ടൻഷ്യൽ ഹെൽത്ത് എഫക്റ്റ് ഓഫ് പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂഷൻ. അതായത് റീസണിൽ പറഞ്ഞിരിക്കുന്നത് 10 മൈക്രോണിൽ കൂടുതലുള്ള പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂഷൻ്റെ ആ ഒരു ബെറ്റർ ഇൻഡിക്കേറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ബോത്ത് A and R are correct and R is the correct explanation of A. Both A and R are correct but R is not the correct explanation of A. A is correct but R is not correct. A is not correct but R is correct. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. A കറക്റ്റും പക്ഷേ R നോട്ട് കറക്റ്റും ആണ്. ഈ PM10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 10 മൈക്രോൺ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 മൈക്രോൺ കാണിക്കുന്ന ഒരു പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂഷൻ്റെ കറക്റ്റ് ഇൻഡിക്കേറ്റർ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 10 വേണ്ട, particulate matter of 2.5 അതായത് PM2.5 ആർ കൺസിഡർഡ് ടു ബി ദ ബെറ്റർ ഇൻഡിക്കേറ്റർ ഓഫ് പൊട്ടൻഷ്യൽ ഹെൽത്ത് എഫക്റ്റ് ഫ്രം പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂഷൻ എന്നുള്ളതാണ്. അതായത് PM2.5 എന്നുള്ളതാണ് അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള അളവെന്ന് പറയണത്. അപ്പോൾ 10 അതിനേക്കാൾ ഒത്തിരിയൊക്കെ മുകളിലാണല്ലോ. അതായത് ഈ PM2.5 ആ ഒരു റേഞ്ചിൽ വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഹെൽത്ത് റിസ്കുകൾ ഉണ്ടാകുന്ന ഒരു ഫാക്ടറാണ്. അപ്പം 10 വരെയൊന്നും പോകണ്ട, 10 മൈക്രോൺ വരെയൊന്നും പോകണ്ട. 2.5 ആണ് ശരിക്കും ബെറ്റർ ഇൻഡിക്കേറ്റർ ഓഫ് പൊട്ടൻഷ്യൽ ഹെൽത്ത് എഫക്റ്റ് ഫ്രം പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂഷൻ എന്നുള്ളതിൻ്റെ ആ കറക്റ്റ് വാല്യൂ വരുന്നത് 2.5 ആണ്, 10 അല്ല. സോ അതുകൊണ്ടാണ് നമ്മുടെ റീസൺ തെറ്റായിട്ട് വന്നത്. Last question, given below two statements. Statement 1, the Richter scale measures not only the intensity of earthquake itself but its impact on people too. Statement 2, modified Mercalli scale measure the earthquake in terms of energy released. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുകയാണ് റിച്ചർ സ്കെയിലിൽ നമ്മൾ എർത്തുക്കേക്കിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രമല്ല മെഷർ ചെയ്യുന്നത്, അതിൻ്റെ പീപ്പിളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും കൂടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തെറ്റാണ്, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുകയാണ് മോഡിഫൈഡ് മെഴ്സലി സ്കെയിൽ മെഷർ ദ എർത്തുക്കേക്ക് ഇൻ ടേംസ് ഓഫ് എനർജി റിലീസ്ഡ്. ഈ മോഡിഫൈഡ് ആയിട്ടുള്ള സ്കെയിൽ എനർജി റിലീസ് ചെയ്യുന്ന ആ ഒരു ടേംസിലാണ് എർത്തുക്കേക്ക് മെഷർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ മോസ്റ്റ് appropriate answer from the options given below. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. റിച്ചർ സ്കെയിൽ ഒരു എർത്തുക്കേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് മാത്രമാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഷേക്കിംഗ് ആണ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എർത്തുക്കേക്ക് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇതിവിടെ മെഷർ ചെയ്യുന്നത്. ഇനി ഈ മെഴ്സലി സ്കെയിൽ മെഷർ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ലൊക്കേഷനിലെ ആ എർത്തുക്വേക്കിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾക്ക് ആ എർത്തുക്വേക്ക് എക്സ്പീരിയൻസ് ചെയ്തും അതുപോലെ തന്നെ ഡാമേജും, അതായത് അത് എമൗണ്ട് ഓഫ് ഷേക്കിങ് മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഡാമേജ് മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പീപ്പിൾ ഇതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്, അതായത് ഫീലിങ്സ്, അവരുടെ ഡാമേജൊക്കെ കണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 3 രീതിയിലാണ് ഈ മെഴ്സലി സ്കെയിൽ മെഷർ ചെയ്യുന്നത്. റിച്ചർ സ്കെയിൽ നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് എർത്തുക്വേക്ക് മാത്രമാണ് നോക്കുന്നുള്ളൂ, ആ ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾ നോക്കുന്നില്ല. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്